ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാലിയാകുഴി സോപാന അക്കാഡമിയുടെ പൈതൃക സോപാനം പ്രോജക്റ്റിന്റെ ഭാഗമായി ഇന്ന് അപ്പസ്തോലിക പിതാവായ റോമിലെ വിശുദ്ധ ക്ലീമീസ് അഥവാ ക്ലെമന്റ് ഓഫ് റോമിനെ കുറിച്ച് ചിന്തിക്കാം. പരിശുദ്ധ സഭയുടെ അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒന്നാമൻ എന്ന് വിളിക്കപ്പെടുന്ന റോമിലെ വിശുദ്ധ ക്ലീമീസ് AD 35 ജനിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. AD 88 മുതൽ അദ്ദേഹത്തിന്റെ ഇഹലോക ജീവിതം പൂർണ്ണമായ AD 99 വരെ റോമിലെ ബിഷപ്പായിരുന്ന മാർ ക്ലീമീസ് പോപ്പ് ക്ലെമന്റ് ഒന്നാമൻ എന്നും അറിയപ്പെടുന്നു. ചരിത്രകാരന്മാരായ വിശുദ്ധ ഐറേനിയോസിന്റെയും തെർത്തുല്യന്റെയും രചനകളിൽ റോമിലെ വിശുദ്ധ ക്ലീമീസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. റോമ സാമ്രാജ്യത്തിലെ റോമ നഗരത്തിൽ ജനിച്ച വിശുദ്ധ ക്ലീമീസിന് പരിശുദ്ധനായ പത്രോസ് ലീഹ പൗരോഹിത്യത്തിന്റെ കൈവയ്പ് നൽകി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റോമ നഗരത്തിലെ മെത്രാപ്പൊലിത്ത ആയിരുന്ന വിശുദ്ധ ക്ലീമീസിന്റെ മുൻഗാമി അനാക്ലീറ്റസും പിൻഗാമി എവാറിസ്റ്റസും ആയിരുന്നു. റോമൻ കത്തോലിക്ക, ഓറിയന്റൽ ഓർത്തഡോക്സ്, ബൈസന്റൈൻ, പൗരസ്ത്യ സഭ, ലൂതറൻ മുതലായി ലോകത്തിലെ ഏതാണ്ട് എല്ലാ സഭകളും അദ്ദേഹത്തെ വിശുദ്ധനായി ഗണിക്കുന്നു. മാർ യൗസേബിയസിന്റെ സഭാചരിത്രത്തിൽ പൗലോസിന്റെ കൂട്ടുവേലക്കാരനായും റോമിലെ മൂന്നാമത്തെ ബിഷപ്പായും അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പസ്തോല പ്രബോധനങ്ങൾ നേരിട്ട് കേട്ടവനും അവരുടെ ജീവിതം നേരിൽ കണ്ടവനുമായിരുന്നു വിശുദ്ധ ക്ലീമീസ്. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ പീഡ സഹിച്ച പിതാവായിരുന്നു അദ്ദേഹമെന്ന് ചില രേഖകൾ പറയുന്നു. ട്രൈജൻ ചക്രവർത്തിയുടെ പീഡാകാലത്ത് തടവിലാക്കപ്പെട്ടു എന്നും തടവുകാരുടെ ഇടയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഒരു നങ്കൂരത്തിൽ കെട്ടി അദ്ദേഹത്തെ കടലിൽ എറിഞ്ഞു എന്നും പാരമ്പര്യമുണ്ട്. നാവികരുടെ മധ്യസ്ഥനായി അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. നവംബർ 23, 24, 25 തീയതികളായി ക്രൈസ്തവ സഭകളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ ആചരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ടിട്ടുള്ള 1-ാം ലേഖനമാണ് വിശുദ്ധ ക്ലീമീസിന്റെ രചന എന്ന് സുസമ്മതി നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 2-ാം ലേഖനം എന്ന് പറയപ്പെടുന്ന രചന യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്നുള്ളതാണോ എന്ന് പണ്ഡിതന്മാർക്ക് സംശയമുണ്ട്. വിശുദ്ധ ക്ലീമീസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നൂറ്റാണ്ടുകളോളം ക്രിസ്തീയ സഭയിൽ വായിക്കപ്പെട്ടിരുന്നു. 4-ാം നൂറ്റാണ്ടിലെ പല രേഖകളിലും ഇത് കാനോന്റെ ഭാഗമായിരുന്നു. പുതിയ നിയമത്തിന്റെ അതിപുരാതന കയ്യെഴുത്ത് പ്രതികളിൽ പലതിലും പ്രസ്തുത ലേഖനം ചേർത്തിട്ടുണ്ട്. സുറിയാനി, കോപ്റ്റിക്, ലാറ്റിൻ ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിലെ മിഷണറിമാർ അന്ന് അറിയപ്പെട്ട ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ലേഖനത്തിന്റെ പകർപ്പ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മാർ ക്ലീമീസിന്റെ 1-ാം ലേഖനം അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ചിന്തകളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇവിടെ ഉദ്യമിക്കുന്നത്. റോമയിലെ ബിഷപ്പ് കൊരിന്തിലേക്ക് എഴുതുന്നത് ആധികാരികതയോടെ തന്നെയാണ്. ഒരു ഇടയ ലേഖനമാണ് ഇത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ അന്നുണ്ടായിരുന്ന കരുതലിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പരമുള്ള അംഗീകാരത്തിന്റെയും തെളിവാണ് ഈ ലേഖനം. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ സമീപകാലത്ത് ഉണ്ടായ ദൗർഭാഗ്യങ്ങൾ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അത് ചക്രവർത്തിയുടെ പീഡയെക്കുറിച്ച് ആകാം എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ലേഖനത്തിന്റെ പശ്ചാത്തലം: കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രന്ഥകാരൻ എഴുതുന്നു. അവിടെയുള്ള മൂപ്പന്മാരിൽ അനേകർ ആ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്ന് സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടു. ഈ നടപടി അനുചിതവും ദൈവഹിതത്തിന് എതിരുമാണെന്ന് അദ്ദേഹം എഴുതുന്നു. കുറ്റമില്ലാത്തവരും ആത്മാർത്ഥതയുള്ളവരുമാണ് പഴയകാല മൂപ്പന്മാർ എന്നും തൽസ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്തത് അങ്ങേയറ്റം അനാവശ്യമായ ഒരു നടപടിയായിരുന്നു എന്നും അത് ദൈവഹിതത്തിന് വിപരീതമാണെന്നും അത് സഭയിലെ അച്ചടക്കരാഹിത്യത്തിന് കാരണമായി തീർന്നു എന്നും അദ്ദേഹം എഴുതി. അസൂയയും പകയുമാണ് അതിന് കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കൊരിന്തിലെ സാഹചര്യം അഭിമുഖീകരിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് മാർ ക്ലീമീസ് ചെയ്യുന്നത്. ലേഖനത്തിന്റെ ഉദ്ദേശ്യം: കൊരിന്തിലെ സഭയിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനും സമാധാനത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും അന്തരീക്ഷത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുന്നതിനും ആയാണ് ലേഖനം എഴുതപ്പെട്ടത്. കൊരിന്ത്യ സഭയിൽ ഏറെ അംഗീകാരത്തോടെ നിഷ്കളങ്കമായി പ്രവർത്തിച്ച പലരും സ്വസ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെട്ടു. നന്മയോടെയും സമർപ്പണത്തോടെയും ദൈവാശ്രയത്തോടെയും ശുശ്രൂഷ നിർവഹിച്ചവർ പുറത്താക്കപ്പെടുന്നത്
ദൈവഹിതത്തിന് എതിരാണ്. ഈ ലേഖനത്തിന്റെ ആത്യന്തികമായ സന്ദേശം വിശ്വാസികൾ തമ്മിലും വിശ്വാസികളും തങ്ങളുടെ നേതാക്കന്മാരും തമ്മിലും കർത്താവുമായും ഉള്ള സ്നേഹം കുറഞ്ഞു പോകാത്ത വിധം പുനഃസ്ഥാപിക്കുക എന്നതാണ്. മാർ ക്ലീമീസിന്റെ 1-ാം ലേഖനത്തിന്റെ ആമുഖം ഏറെ ഹൃദയസ്പർശിയും സഭാവിജ്ഞാനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. The church of God which sojourneth in Rome, to the church of God which sojourneth in Corinth, to them which are called and sanctified by the will of God through our Lord Jesus Christ. Grace to you and peace from Almighty God through Jesus Christ be multiplied എന്ന ആമുഖ വാചകങ്ങളോടെയാണ് ലേഖനം ആരംഭിക്കുന്നത്. തുടർന്ന് 2 പ്രധാന ഭാഗങ്ങളായി വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സമാപന ആശീർവാദത്തോടെ ലേഖനം അവസാനിക്കുന്നു. 1-ാം ഭാഗം അസൂയയുടെയും ഭിന്നതകളുടെയും പ്രശ്നങ്ങളെക്കുറിച്ചും സ്നേഹം, അനുസരണം, അച്ചടക്കം, ദൈവഭക്തി എന്നിവയിലൂടെ അവയെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. 2-ാമത്തെ ഭാഗം കൂടുതൽ വ്യക്തതയോടെ കൊരിന്തിലെ സാഹചര്യങ്ങൾ പരാമർശിക്കുന്നു. റോമൻ സൈന്യത്തിന്റെ കഠിന പരിശീലനത്തെക്കുറിച്ചും അനുസരണത്തെക്കുറിച്ചും അതുപോലെ ദൈവജനം സഭയുടെ അധികാര ശ്രേണിയെ അനുസരിക്കേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മാർ ക്ലീമീസിന്റെ ലേഖനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഇനി ചേർക്കുന്നു. ദൈവവചനത്തിനും പരിശുദ്ധ സഭയുടെ വേദപുസ്തക അടിസ്ഥാനത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളുടെ സമൃദ്ധി വിശുദ്ധ ക്ലീമീസിന്റെ 1-ാം ലേഖനത്തിൽ കാണാം. ലേഖനത്തിന്റെ പാതിയോളം വിശകലനത്തിനും പ്രശ്ന നിർദ്ധാരണത്തിനും പരിഹാരം നിർദ്ദേശിക്കുന്നതിനും ദൈവവചനം തന്നെയാണ് ആധാരമായി അദ്ദേഹം സ്വീകരിച്ചത്. സത്യത്തിന്റെ അടിസ്ഥാനം തിരുവെഴുത്തുകളാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അപ്രകാരം പഠിപ്പിക്കുകയും ചെയ്തു. യേശുവിന്റെ വാക്കുകൾ ഓർക്കുവാൻ ലേഖനകർത്താവ് പ്രത്യേകം നിർദ്ദേശിക്കുന്നു. പഴയ നിയമ പിതാക്കന്മാരെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും ലേഖനത്തിലെമ്പാടും അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അബ്രഹാം, ലോത്ത്, ഹാനോക്ക്, മോശ, ദാവീദ്, രാഹാബ്, ദാനിയേൽ മുതലായി അനേക പഴയ നിയമ കഥാപാത്രങ്ങളെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ അവയിൽ ഉൾപ്പെടുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ കൂടാതെ പുതിയ നിയമത്തിലെ ധാരാളം പുസ്തകങ്ങളുമായി, വിശേഷിച്ച് പൗലോസിന്റെ ലേഖനങ്ങളുമായി ഈ ലേഖനം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവഹിതത്തിനായി ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി റോമയിലും കൊരിന്തിലും താൽക്കാലിക വാസത്തിലായിരിക്കുന്ന ദൈവസഭ എന്ന ആമുഖ വാചകം പൗലോസിന്റെ ലേഖനങ്ങളുടെ പ്രാരംഭവുമായി സമാനതകൾ ഉള്ളതാണ്. പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളെയും കുറിച്ച് ലേഖനത്തിൽ സൂചനകളുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങളെക്കുറിച്ചും പൗലോസ് ലീഹായുടെ ഏതാണ്ട് എല്ലാ ലേഖനങ്ങളെക്കുറിച്ചും മാർ ക്ലീമീസ് പരിചിതനായിരുന്നു. എബ്രായ ലേഖനത്തിലെ നിരവധി പ്രയോഗങ്ങളും ശൈലികളും അപ്പോസ്തല പ്രവൃത്തികളിലെ പല വിവരണങ്ങളും ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. തിരുവെഴുത്തുകൾക്ക് ക്രിസ്തീയ ജീവിതത്തിലുള്ള സ്ഥാനം. ദൈവത്തിന് സ്വീകാര്യമായത് എന്തെന്ന് തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ വിശ്വാസികൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുമെന്ന് മാർ ക്ലീമീസ് പഠിപ്പിക്കുന്നു. ദൈവവചനം വിശ്വാസികളുടെ ജീവിതത്തെ എത്രയേറെ സ്വാധീനിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുവാൻ കൂടിയാണ് വിശുദ്ധ ക്ലീമീസ് എഴുതുന്നത്. ആത്മാവിന്റെ രക്ഷയ്ക്കും വിശുദ്ധ ജീവിതത്തിനും ദൈവവചന പഠനം അത്യന്താപേക്ഷിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ദിവ്യവും പരമവുമായ സത്യത്തെ അടുത്ത് അറിയുവാൻ തിരുവെഴുത്തുകൾ അടിസ്ഥാന പ്രമാണമാണ്. മറ്റ് രചനകളൊക്കെയും അതിന് താഴെ മാത്രം പ്രാധാന്യമുള്ളവയാണ്. ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നതിനും പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നതിനും തിരുവെഴുത്തുകൾ പ്രയോജനകരമാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിനും ധാർമ്മിക നിയമങ്ങൾക്കും അടിസ്ഥാനം തിരുവെഴുത്തുകൾ തന്നെയാണ്. അപ്പസ്തോലിക അടിസ്ഥാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പത്രോസിനോടും പൗലോസിനോടും ചേർന്ന് മാർ ക്ലീമീസ് പ്രവർത്തിച്ചതിന്റെ സൂചനകൾ ലേഖനത്തിലുണ്ട്. അപ്പസ്തോലിക പിതാവിന് അനുയോജ്യമായി സ്വന്തം ഭാഷയിലും അവതരണത്തിലും സഭയെ പ്രതിയുള്ള ചുമതലാബോധത്തിലും അദ്ദേഹത്തിനുള്ള നിറവ് ലേഖനത്തിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനം ക്രിസ്തീയ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ സംഗതികൾക്ക്, പ്രത്യേകിച്ച് ആരാധന, സാമൂഹിക ജീവിതം എന്നിവയ്ക്ക് മാർഗദർശകമാണ്. ദൈവത്തിന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളിലേക്ക് തിരിയേണ്ടത് സഭയുടെ അടിസ്ഥാന വിശ്വാസം പാലിക്കുന്നതിന് ആവശ്യമാണ്. അപ്പസ്തോലന്മാർ സഭാ നേതൃത്വത്തെ നിർവചിച്ച് നിയമിക്കുകയും അവരുടെ ദൗത്യം തുടരേണ്ടത് എങ്ങനെയെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. സഭാ ശുശ്രൂഷകരുടെ സ്ഥാനവും പദവിയും. സഭാ ശുശ്രൂഷകർ ഓരോരുത്തർക്കും
വിശ്വാസികൾക്കും തങ്ങളുടേതായ ചുമതലകളും പ്രവർത്തന പരിധിയും ഉണ്ട്. ഓരോരുവനും ദൈവം തന്നെ ഭരമേൽപ്പിച്ച ചുമതലകൾ എന്തെന്ന് ഗ്രഹിച്ചുകൊണ്ട് അവ നിറവേറ്റുകയാണ് ആവശ്യം. നമ്മുടെ കർത്താവിന്റെ കൽപ്പന പ്രകാരം സഭാ ശുശ്രൂഷകളുടെ വിവിധ പടികൾ അപ്പോസ്തലന്മാർ നിശ്ചയിച്ചു. അപ്പോസ്തലന്മാരോ അവരുടെ യഥാർത്ഥ പിന്തുടർച്ചക്കാരോ പരിശുദ്ധ സഭയുടെ മുഴുവനും അനുമതിയോടെ നിയമിച്ചവരും തങ്ങളുടെ ശുശ്രൂഷ സമാധാനത്തോടും നിസ്വാർത്ഥമായും ദീർഘകാലം നിർവഹിച്ചവരുമായവർ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെട്ടുകൂടാ. അപ്രകാരം നീക്കപ്പെടുന്ന പക്ഷം അത് ഗൗരവമുള്ള പാപം തന്നെയാണ്. നിർഭയമായും സമർപ്പണത്തോടും കൂടി സ്വന്തം ചുമതലകൾ നിറവേറ്റുവാൻ കഴിഞ്ഞവർ അനുഗ്രഹീതർ തന്നെയാണ്. സഭാ ശുശ്രൂഷകരായി പ്രതിഷ്ഠിക്കപ്പെട്ടവർ അവരുടെ സ്ഥാനത്ത് നിന്ന് തക്കതായ കാരണം, അതായത് മരണകരമായ പാപം കൂടാതെ നീക്കപ്പെടുവാൻ പാടില്ല. പരിശുദ്ധ സഭയുടെ അധികാരം ദൈവത്തിൽ നിന്നും ക്രിസ്തുവിനാലും പ്രാപിച്ചതിന്റെ പകർച്ചയാണ് സഭാ ശുശ്രൂഷകരിൽ കാണപ്പെടുന്നത്. സഭയ്ക്ക് നൽകപ്പെട്ട അധികാരം സംബന്ധിച്ച് സഭ ദൈവത്തിൻ്റെതും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതും ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതുമാകുന്നു എന്ന് മാർ ക്ലീമീസ് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു പിതാവാം ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് സുവിശേഷം പ്രാപിച്ചു. അവർ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ലോകമെങ്ങും സുവിശേഷം അറിയിച്ചു. അതായത് ദൈവഹിത പ്രകാരമാണ് അവർ പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള അപ്പോസ്തലന്മാർ സഭയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള അധികാര ശ്രേണി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട ക്രമീകരണമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അപ്പോസ്തലന്മാർക്ക് മറ്റു വിശ്വാസികളെക്കാൾ ഉപരിയായ അധികാരം ദൈവം തന്റെ പരിശുദ്ധ റൂഹാ മുഖാന്തരം നൽകിയിരുന്നു. പ്രവാചകരുടെയും അപ്പോസ്തലന്മാരുടെയും ദൗത്യം അപ്പോസ്തലന്മാരാൽ നിയമിക്കപ്പെട്ട സഭാ ശുശ്രൂഷകരിലൂടെ ഇന്നും തുടരുകയാണ്. രക്ഷയിലേക്ക് നമ്മെ നയിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ വിശ്വാസ പാതയാണ് ഇത്. ബിഷപ്പ് അഥവാ ഓവർസിയർ, പ്രസ്ബിറ്റർ, എൽഡർ എന്നിവ ഇന്റർചേഞ്ചബിൾ ആയി ലേഖനകർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രാധാന്യം. ക്രിസ്തു ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തുന്നു. യേശു തമ്പുരാൻ പിതാവിനോടുള്ള അനുസരണം, വിധേയത്വം എന്നിവ പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ശ്വാസം നമ്മിലുള്ളത് നാം ഓർക്കണം. യേശുക്രിസ്തു നമുക്ക് എത്രയും സമീപസ്ഥനാണ്. അവൻ നമുക്കായി രക്തം ചൊരിഞ്ഞവനും നമ്മെ വീണ്ടെടുത്തവനുമാകുന്നു. ക്രിസ്തുവിന്റെ കൽപ്പനകൾ ആചരിക്കുന്നവരായി നമ്മുടെ തലമുറകൾ വളരണം. നമ്മുടെ ധാർമ്മികതയുടെയും മതജീവിതത്തിന്റെയും അടിസ്ഥാനം യേശുക്രിസ്തുവുമായുള്ള ബന്ധമാണ്. ദൈവ സൃഷ്ടിയുടെ സവിശേഷതകൾ. പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സർവ്വലോകത്തിന്റെയും സ്രഷ്ടാവെങ്കിലേക്ക് നോക്കുക. അവന്റെ ദാനങ്ങളും അവന്റെ സമാധാനവും അവന്റെ കഷ്ടാനുഭവവും അനുസ്മരിക്കുകയും ചെയ്യുക. തന്റെ സൃഷ്ടിയോട് മുഴുവനും കർത്താവ് കാട്ടുന്ന ആർദ്രതയും ദീർഘക്ഷമയും തിരിച്ചറിയുക. ദൈവമാണ് ഭൂമിയെ ജലത്തിൽ നിന്ന് വേർതിരിച്ചത്. സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ ദൈവം തന്നെയാണ്. സമുദ്രവും അതിലുള്ള സകലവും അവൻ ആദ്യമേ ഉളവാക്കി. ഭൂമി മുഴുവൻ ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗം, സൂര്യചന്ദ്രന്മാർ, നക്ഷത്രവ്യൂഹങ്ങൾ സകലതും ദൈവം അവയ്ക്കായി നിശ്ചയിച്ച ക്രമമനുസരിച്ച് സഹവർത്തിക്കുന്നു. പുഷ്ടിയുള്ള ഭൂമി യഥാകാലത്ത് മനുഷ്യനും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണം പുറപ്പെടുവിക്കുന്നു. ജീവജാലങ്ങളെല്ലാം ദൈവനിശ്ചയപ്രകാരമുള്ള ക്രമം പാലിക്കുന്നവയാണ്. ആഴങ്ങളുടെ ഉറവുകളും ദൈവകൽപ്പന അനുസരിക്കുന്നു. മഹാസമുദ്രവും ഭൂമിയിലുള്ള കാലാവസ്ഥയും ദൈവനിശ്ചയപ്രകാരം ഓരോന്നിൻ്റെയും സ്ഥാനത്തിലും ക്രമത്തിലും മാറി മാറി വരുന്നു. കാറ്റുകളുടെ വ്യൂഹങ്ങളും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഉറവുകളും ഭൂമിയിൽ ജീവന് പിന്തുണ നൽകുന്നു. പ്രകൃതിയിലെ ഏറ്റവും ചെറിയ സൃഷ്ടികൾ പോലും പരസ്പരമുള്ള സഹവർത്തിത്വത്തിലും സമാധാനത്തിലും നിലനിൽക്കുന്നു. സകലതും സ്രഷ്ടാവായ ദൈവത്തിന്റെ ആജ്ഞയാൽ സാധ്യമാകുന്നു. ദൈവം സകലതിനും നന്മ ചെയ്യുന്നവനാണ്. ധാർമ്മിക ജീവിതത്തിന്റെ പ്രസക്തി. വിശ്വാസികളുടെ ധാർമ്മിക ജീവിതം അത്യന്തം പ്രസക്തമാണ്. ദൈവവചനമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നതിനാൽ ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുന്നതും ബലഹീനൻ അടിച്ചമർത്തപ്പെടുന്നതും ആവശ്യത്തിലിരിക്കുന്നവരുടെ നെടുവീർപ്പുകളും ദൈവം കണക്കിടും. അസൂയയും ഭിന്നതകളും കലഹങ്ങളും വേദനകൾക്ക് കാരണമാണ്. ഭൂതദയ, സഹോദര സ്നേഹം, ഉദാരത എന്നിവയ്ക്ക് ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. ധനവാൻ ദരിദ്രനെ കരുതണം. ജ്ഞാനി തന്റെ സൽപ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം.
വിശുദ്ധ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുകയും ഭിന്നതകളെ ക്ഷമിക്കുകയും വിഭാഗീയത അവസാനിപ്പിക്കുകയും ചെയ്യണം. സഹോദര സ്നേഹവും സഹാനുഭൂതിയും ദയയും കരുണയും നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു. കരുണയും സ്നേഹവും നിമിത്തമാണ് കർത്താവ് നമ്മോടൊന്നായത്. വിശ്വാസം നിമിത്തമുള്ള സഹനങ്ങൾ വാടാത്ത മഹത്വ കിരീടം പ്രാപിക്കുന്നതിന് നമ്മെ സഹായിക്കും. സഹനദാസനായി തീർന്ന കർത്താവാണ് നമ്മുടെ മാതൃക. അനുതാപത്തിന്റെ ആവശ്യകത. നാം ഏവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. കർത്താവ് നമുക്കായി ചൊരിഞ്ഞ രക്തം നമ്മെ അനുതാപത്തിലേക്കും പിതാവാം ദൈവത്തോടുള്ള നിരപ്പിലേക്കും നയിക്കണം. സകലരും അനുതാപത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ഇനിയും പാപം ചെയ്താൽ ദൈവത്തിന്റെ പ്രതികാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവുകയില്ല. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങുവാനുള്ള പ്രബോധനം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങേണ്ടവരാണ് നാം. നമുക്കൊരു പുനരുദ്ധാനമുണ്ട്. കർത്താവ് അതിലെ ആദ്യജാതനാണ്. ദിനരാത്രങ്ങൾ പുനരുദ്ധാനത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. സമാപനം. മാർ ക്ലീമീസിന്റെ രചനകൾ ആദിമ സഭാപിതാക്കന്മാരുടെ ചിന്താശൈലിയും രചനാശൈലിയും ഗ്രഹിക്കുവാൻ നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്നു. അക്കാലത്തെ സഭാ സംവിധാനങ്ങളുടെ ഘടന എന്തെന്ന് അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ വെളിവാകും. ആദിമസഭ പഴയ നിയമത്തിന് നൽകിയ പ്രാധാന്യം തിരിച്ചറിയുവാൻ ഈ ലേഖനം നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പസ്തോലികത്വത്തിന്റെ പ്രാധാന്യവും അവരുടെ പ്രബോധനങ്ങൾക്ക് സഭ നൽകിയ പ്രസക്തിയും ഗ്രഹിക്കുവാനും അപ്പസ്തോലിക പിന്തുടർച്ച നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുവാനും ഈ ലേഖനം നമ്മെ സഹായിക്കുന്നു. ക്രിസ്തീയ പ്രബോധനങ്ങൾ പഴയ നിയമത്തിന്റെ തുടർച്ചയായി അവതരിപ്പിക്കപ്പെടുന്ന ശൈലി മനസ്സിലാക്കുവാൻ ഈ ലേഖനം നമ്മെ സഹായിക്കുന്നുണ്ട്. സഭയുടെ ധാർമ്മിക പ്രമാണങ്ങൾക്ക് അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമാണ് എന്ന് മാർ ക്ലീമീസ് വിശ്വസിച്ചു എന്ന് നാം കണ്ടുവല്ലോ. ആദിമസഭ നേരിട്ട പ്രശ്നങ്ങളുടെ സ്വഭാവം, അവ പരിഹരിച്ചിരുന്ന വിധം എന്നിവയെക്കുറിച്ച് ഈ ലേഖനത്തിലൂടെ അറിവ് ലഭിക്കുന്നുണ്ട്. ദൈവവചനത്തിന് സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിലുള്ള സ്വാധീനം എത്രയധികമുണ്ട് എന്ന് ഈ ലേഖനം വ്യക്തമായി പറഞ്ഞു തരുന്നു. സഭാവിജ്ഞാനത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഈ ലേഖനം നമ്മെ സഹായിക്കുന്നു. ആമുഖ വാചകം തന്നെ റോമിലെ സഭയും കൊരിന്തിലെ സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃശ്യവും സഹവർത്തിത്വത്തിന്റെ ചിത്രവും പകർന്നു തരുന്നു. സ്വതന്ത്രരായ പ്രാദേശിക സഭകൾ ഓരോന്നും ഒരുമിച്ച് ദൈവകൃപയിലൂടെ പരിശുദ്ധ റൂഹായിൽ വളരുവാനുള്ള നിയോഗം പ്രാപിച്ചിരിക്കുന്നുവെന്ന് അന്നത്തെ സഭാവിജ്ഞാനീയം വെളിപ്പെടുത്തുന്നു. അധീശ മനോഭാവമല്ല, പരസ്പര സഹകരണമാണ് ആവശ്യം എന്ന ബോധ്യമാണ് ലേഖനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. തിരുവെഴുത്തുകളുടെ വിശകലനങ്ങളും അവയിൽ നിന്നുള്ള ഉദ്ധരണികളും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിനും അവയെ ഫലപ്രദമായി തരണം ചെയ്യുന്നതിനും എത്രയേറെ സഹായകമാണ് എന്ന് ഗ്രഹിക്കുവാൻ ഈ ലേഖനം പ്രയോജകീഭവിക്കുന്നുണ്ട്. കൂടാതെ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിന് ഉത്തമ മാതൃക കൂടെയാണ് മാർ ക്ലീമീസിന്റെ ഈ ലേഖനം. ഇക്കാലത്ത് സഭയും പൊതുസമൂഹവും അഭിമുഖീകരിക്കുന്ന വിശ്വാസപരവും സാമൂഹികവുമായ അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഈ ലേഖനം പകർന്നു നൽകുന്ന ഉൾക്കാഴ്ചകൾ സഹായകമാണ്.